ബഹുമാന്യായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ആലപ്പുഴ നോർത്ത് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ ഡി കെ ബിനോയ്, ആലപ്പുഴ ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവും പാർട്ടി നാഷണൽ കൗൺസിൽ മെമ്പറുമായ ശ്രീ വെള്ളിയാകുളം പരമേശ്വരട്ടൻ, സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ പൂന്തറ ശ്രീകുമാർ, ശ്രീ എം വി ഗോപകുമാർ, ആലപ്പുഴ മേഖലയുടെ പ്രസിഡന്റ് ശ്രീ എൻ ഹരി, OBC മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രേമൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ഷൈബു, ശ്രീ പ്രതീഷ് പൂരാടൻ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ ഭാരവാഹികൾ, മറ്റു നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. സ്വർഗീയ രഞ്ജിത് ശ്രീനിവാസൻജിയുടെ 4ാമത്തെ അനുസ്മരണ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളത്. 4 വർഷം മുമ്പ് നടന്ന അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു വലിയ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ ഇന്നും കേരളത്തിലെ സാമാന്യ മനസ്സാക്ഷിയുള്ള സമൂഹം മുക്തരായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ സംഘർഷങ്ങളും കൊലപാതകങ്ങളുമൊന്നും ആദ്യത്തെ അനുഭവമോ സംഭവമോ ഒന്നുമല്ല. പക്ഷെ ചില സംഭവങ്ങൾ മലയാളിയുടെ മനസ്സിൽ എന്നും ഓർമ്മയായിട്ട് നിൽക്കും. മറക്കണമെന്ന് ആഗ്രഹിച്ചാലും മറക്കാൻ കഴിയാതെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ദുഃഖവും വേദനയുമായിട്ടൊക്കെ തങ്ങി നിൽക്കുന്ന സംഭവങ്ങളിൽ അത്തരം സംഭവങ്ങളൊന്നാണ് രഞ്ജിത്ജിയുടെ ക്രൂരമായിട്ടുള്ള കൊലപാതകം. ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എല്ലാവരുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റിയിട്ടുള്ളൊരു മനുഷ്യൻ. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്കെല്ലാം എതിരാളികൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു എതിരാളിയുണ്ട് എന്നും പോലും ആർക്കും പറയാൻ സാധിക്കാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് അദ്ദേഹത്തോട് എങ്ങനെയാണ് ഒരു കൂട്ടം ആളുകൾക്ക് ശത്രുതയുണ്ടായത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ആ ശത്രുത ഒരു വ്യക്തിയോടായിരിക്കില്ല, ഒരു നിലപാടിനോടായിരിക്കും, ഒരു ആശയത്തോടായിരിക്കും. പക്ഷെ എങ്ങനെ പറയുമ്പോഴും ആശയത്തെയും വിശ്വാസത്തെയും എല്ലാം എതിർക്കുമ്പോഴും മനുഷ്യരാണല്ലോ എല്ലാവരും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനോട് ശത്രുത കാണിക്കാൻ സാധിക്കുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നവർക്ക്. അത്തരം മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് രഞ്ജിത് ശ്രീനിവാസൻജിയുടെ ഈ കൊലപാതകത്തിന്റെ പുറകിലുണ്ടായിരുന്നത്. അവരെയാണ് നാം എല്ലാവരും ഭീകരവാദികൾ എന്ന് പറയുന്നത്. ലോകത്തിലൊരു ഭീകരവാദിയും മനുഷ്യത്വത്തോട് സംസാരിക്കാറില്ല. ലോകത്തിലൊരു ഭീകര സംഘടനയും മാനവ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. അവർ കൊന്നൊടുക്കുന്നെല്ലാം നിരപരാധികളായിട്ടുള്ള ആളുകളെയാണ്. ഭീകരവാദത്തിന്റെ ഇരകളായി മരിച്ചു വീണിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും നിരപരാധികളാണ്, നിസ്സഹായരായിട്ടുള്ള ആളുകളാണ്. ലോകത്ത് എവിടെ നിന്ന് നോക്കിയാലും ഭീകരവാദത്തിന് ഇരകളായി മരിച്ചുപോയവർ, കൊല്ലപ്പെട്ടവർ, നാശനഷ്ടം സംഭവിച്ചവർ, അംഗഭംഗം വന്നവർ, അവരെല്ലാവരും നിരപരാധികളായിരുന്നു, നിസ്സഹായരായിരുന്നു. ഈ നാട്ടിൽ സാധാരണ ജീവിതം നയിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നാം പറയാറ്, മാനവ സമൂഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ശത്രുവാണ് ഭീകരവാദം എന്നുള്ളത്. അത്തരമൊരു ഭീകരവാദത്തിന്റെ ഇരയായിട്ടാണ് രഞ്ജിത് ശ്രീനിവാസൻ 4 വർഷം മുമ്പ് നമ്മളോട് വിട പറഞ്ഞു. ഇന്നും നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്കോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെയോ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെയോ പ്രവർത്തകന്മാർക്കോ മാത്രമല്ല, ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ആർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു തീരാവേദനയായി എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ദുഃഖകരമായ സംഭവത്തിന്റെ 4 വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ സ്വർഗീയ രഞ്ജിത് ശ്രീനിവാസന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, ഒരുപാട് ആളുകളുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ കൊലപാതകം. പോപ്പുലർ ഫ്രണ്ടിന്റെയും
മുസ്ലിം മതഭീകരവാദ പ്രവർത്തനത്തിന്റെയും പ്രവർത്തനങ്ങൾ കേരളത്തിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസൻജി കൊല്ലപ്പെടുന്നത്. മലയാളികളെ ഭയപ്പെടുത്തി തങ്ങളുടെ വരുതിക്ക് നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്തായിരുന്നു അന്ന് കേരളത്തിൽ മുസ്ലിം ഭീകരവാദ സംഘടനകളെല്ലാം പ്രവർത്തിച്ചത്. ഒരു സംഭവം മാത്രമായിരുന്നില്ല. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത്തരം ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭീകരമായിട്ടുള്ള കൊലപാതകം നടത്തുക, ഇതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു അജണ്ട. ആളുകളുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കുക, ഭയമുണ്ടാക്കുക, അത്തരമൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെ നൂറുകണക്കിന് പ്രവർത്തകന്മാർ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടം. വിദേശ രാജ്യങ്ങളിൽ നിർബാധം അവർക്ക് പണം ലഭിക്കുമാറുണ്ടായിരുന്നു. നമ്മുടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന വലിയ നെറ്റ്വർക്ക് അവർക്കുണ്ടായിരുന്നു. കേരളത്തിലെ പോലീസ് സേനയിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. പോലീസിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങളെല്ലാം അവർക്ക് ചോർന്നു കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു സമാന്തര ഭരണം സ്ഥാപിച്ചുകൊണ്ട് 2047 ആകുമ്പോൾ ഈ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണക്രമം രൂപീകരിക്കാൻ സാധിക്കുമെന്നുള്ള വലിയ അജണ്ടയുമായി കേരളത്തിനകത്ത് മനുഷ്യരെ ഭയപ്പെടുത്തി, കൊലപ്പെടുത്തി, ഭീതിയുടെ രാഷ്ട്രീയം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം തങ്ങൾക്ക് വരുതിയിലാക്കുക, ഈ അജണ്ട നടപ്പിലാക്കാൻ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട്. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ ഭീതി ജനിപ്പിക്കാൻ നടത്തിയിട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസൻജിയും കൊല്ലപ്പെട്ടത്. ആലപ്പുഴയിൽ തന്നെ ആദ്യത്തെ സംഭവമല്ല. ആലപ്പുഴയില്, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂരില്, മലപ്പുറത്ത്, കേരളത്തിന്റെ പല ഭാഗത്തും സമാനമായിട്ടുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഓരോ കൊലപാതകവും ഭീതിജനകമായിരുന്നു. ഓരോ കൊലപാതകവും അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളുടെ എല്ലാം മനസ്സിൽ ഭീതി പരത്തുന്നതായിരുന്നു. അതായിരുന്നു അവർക്ക് ആവശ്യം. ആളുകളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാവാം. പക്ഷെ കൊലപാതകം അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാകെ ഭീതിയിലാക്കിക്കൊണ്ട് തങ്ങൾക്ക് തങ്ങളെ ചെറുക്കാൻ ആർക്കും കഴിയില്ല എന്ന ബോധ്യമുണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ലോകത്തെല്ലാ ഭീകരവാദികളും ചെയ്യുന്നത് സമാനമായിട്ടുള്ള ശ്രമമാണ്. എല്ലാ ഭീകരവാദികളും ചെയ്യുന്നത് ആളുകൾ ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ പഹൽഗാമിൽ എന്തിനാണ് നിരപരാധികളായിട്ടുള്ള 26 പേരെ വെടിവെച്ചു കൊലപ്പെടുത്തിയത്? പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു, ഭീതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ലോകത്തിലെ എല്ലാ ഭീകരവാദ സംഘടനകളും ചെയ്യുന്ന കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടും കൂട്ടരും വിചാരിച്ചത് അങ്ങനെ പേടിപ്പിച്ചാൽ, അങ്ങനെ ഭീതിയുടെ നെടിലാഴ്ത്തിയാൽ ഈ പ്രസ്ഥാനത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻജിയുടെ ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തോടുകൂടി ഇല്ലാതായത്. പേടിപ്പിച്ചാൽ പേടിക്കുന്നവരല്ല ഈ രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെന്ന് അവർക്കെല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു സംഭവം കൂടിയായിരുന്നു അത്. അങ്ങനെ നിങ്ങൾ പേടിച്ചാൽ പേടിക്കുന്നവരുണ്ടാകാം. പോപ്പുലർ ഫ്രണ്ടുകാരൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് ദേവർ നിങ്ങൾക്ക് വിധേയപ്പെടും, അല്ലെങ്കിൽ എല്ലാം ഒട്ടിച്ചു പോകും. ഇസ്ലാമിക മതഭീകരവാദ സംഘടനകൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം പരിശ്രമത്തിന് മുമ്പിൽ തോറ്റുപോകുന്നവരല്ല ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെന്നുള്ളത് കേരളത്തിലെയും ആലപ്പുഴയിലെയും ഈ രാജ്യത്തിലെയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത സംഭവമായിരുന്നു. എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ എന്ന് പറഞ്ഞത്? ആ സംഭവത്തിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ, SDPയുടെ ആളുകളൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തിയത് നാം കണ്ടിട്ടുള്ളതാണ്. പരസ്യമായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. കേരളത്തിലെ RSSന്റെയും BJPയുടെയും നേതാക്കന്മാരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ഞങ്ങൾ മൂക്കിൽ വലിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിരുന്നു. ആലപ്പുഴയിലെ ഒരു കൊലപാതകത്തിന്റെ
ഭീതിജനകമായിട്ടുള്ള ഒരു അന്തരീക്ഷം വിവരിച്ചുകൊണ്ട് എല്ലാവരെയും കാത്തിരിക്കുന്നത് കേരളത്തിലെ RSSന്റെയും BJPയുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും എല്ലാ നേതാക്കന്മാരെയും കാത്തിരിക്കുന്നത് രഞ്ജിത് ശ്രീനിവാസന്റെ വിധിയാണ് എന്ന് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട്ടിൽ തെരുവിൽ പ്രകടനം നടത്തിയിട്ടുള്ള ആളുകൾ അവരെല്ലാവരും ഇന്ന് എവിടെയാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 3 കൊല്ലമായി കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെല്ലാവരും കൽത്തുറുങ്കിലാണ്. ഒരു കാര്യം ഞാൻ അവശേഷിക്കുന്ന ആളുകളെ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പോകാതെ, ജയിലിലേക്ക് പോകാതെ ബാക്കി നിൽക്കുന്ന കുറെ ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരിപ്പോ പല രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞപ്പോ അത്തരം ആളുകളൊക്കെ മറ്റു പല വേഷത്തിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. നിങ്ങൾ മാറിധരിക്കുന്ന വേഷം ഞങ്ങൾക്കറിയാത്തതല്ല. കേരളത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച് നിരപരാധികളെ കൊലപ്പെടുത്തി വിദേശ രാജ്യത്തിന്റെ ഫണ്ട് വാങ്ങി ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന കുറെ ആളുകൾ ഇപ്പൊ ജയിലിലാണ്. അവരാരും ഈ ജന്മത്തിൽ ജയിൽ വിട്ട് പുറത്തു വരാൻ വേണ്ടി പോകുന്നില്ല എന്ന് നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ള കുറെ ആളുകളുമുണ്ട്. അവരെ ഞങ്ങൾക്കറിയാം. അവരുടെയും വിധി മറ്റൊന്നല്ല. ബാക്കിയുള്ള ആളുകൾ കൂടി അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാജ്യദ്രോഹികളെയും കൽത്തുറുങ്കിൽ അടക്കുന്നതിനെയും നിങ്ങളെയും കാത്തിരിക്കുന്നത് അതേ വിധി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഭയപ്പെടുത്താൻ നോക്കരുത്, പേടിപ്പിക്കാൻ നോക്കരുത്. പേടിച്ചാൽ പേടിച്ചു പോകുമെന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനായിരുന്നു നിങ്ങൾ പരിശ്രമിച്ചത്. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ പണം വിദേശ രാജ്യത്ത് കിട്ടിയിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാജ്യം തകർക്കാൻ നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോ കേരളത്തിലേക്ക് വന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളൊക്കെ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അതെല്ലാം ഫ്രീസ് ചെയ്തപ്പോ, അവരെല്ലാം ജയിലിലടച്ചപ്പോ ഇപ്പൊ അവർ പരിശ്രമിക്കുന്നത് അതേ ആളുകൾ മാരീച വേഷം കെട്ടി പുതിയ രീതിയിൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ നടക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുകാര് നിരോധിച്ച് അതിന്റെ കുറെ നേതാക്കന്മാർ ജയിലിലായപ്പോ അവശേഷിക്കുന്ന ചില ആളുകൾ SDPI എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരും SDPI നേതാക്കന്മാരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദമുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയത്തിന്റെ മേലുവിലാസം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. SDPയുടെ സ്നേഹിതന്മാരോട് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളത് കാണുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് കാണുന്നില്ല എന്ന് SDPI നേതാക്കന്മാർ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അത് കാണുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുമെന്ന് നിങ്ങളാരും വിചാരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ വലിയ വീരശൂര പരാക്രമികളായിട്ട് കേരളത്തിൽ ഉറഞ്ഞു തുള്ളിയപ്പോ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനും വിചാരിച്ചിട്ടില്ലല്ലോ നിങ്ങൾ നിരോധിക്കപ്പെടുന്നു, ജയിലിലാകുമെന്നുമൊക്കെ. നിങ്ങളെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ജയിലിലേക്ക് നടത്തിച്ചു കൊണ്ടുപോയിട്ടുള്ള ഗവൺമെന്റാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ആലപ്പുഴയിൽ ഇപ്പോഴും കുറെ SDPക്കാർ ബാക്കിയുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് CPMന് സഹായമുണ്ട്. പക്ഷെ ഒരു കാര്യം SDPI നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും ഓർപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏത് ദേവേന്ദ്രന്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയാലും ശരി, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ, അമ്പറ്റ കൊമ്പനായാലും ശരി, നിങ്ങളെ പൂട്ടാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. നിങ്ങളെ ഇപ്പോൾ CPMകാരെ നന്നായി സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. CPMകാര് കേരളത്തിൽ മുഴുവൻ മത്സരിച്ചത് SDPയുടെ സഹായം കൊണ്ടാണ്. CPMകാർക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റുപോയത് എന്ന്? നിങ്ങൾ തോറ്റുപോയത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ആരാണെന്ന് കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും SDPയും സഹായിക്കുന്നത് CPM ആണ്.
പകല് CPM-കാരായിട്ടുള്ള പല ആളുകളും രാത്രിയായാൽ ഒന്നുകിൽ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ SDPI ആയിരുന്നു. CPM ആണ് നിങ്ങളെ സഹായിക്കുന്നത് എന്നെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. നേരത്തെ ഇത് രഹസ്യമാണെങ്കിൽ ഇന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി SDPയുമായി മുന്നണി ഉണ്ടാക്കി നിങ്ങൾ മത്സരിച്ചു. CPM-കാരുടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ SDPയുമായി ഒരുമിച്ച് പല സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. കുറെ SDPക്കാർ ജയിച്ചിട്ടുണ്ട്. SDPക്കാരുടെ സഹായത്തോടു കൂടി കുറെ CPM-കാർ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യദ്രോഹ ശക്തികൾ അവർ ആയുധമെടുക്കുന്നത് BJPക്കാർക്കും RSSകാർക്കും എതിരായിട്ട് മാത്രമാണ് എന്ന വിചാരമൊന്നും CPM-കാർക്ക് വേണ്ട. അങ്ങനെ ഒരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കഠാര കൊണ്ട് കൊലപ്പെടുത്തിയിട്ടുള്ള എത്ര CPM-കാരുണ്ട്? ഒരുപക്ഷെ CPM-കാര് മറന്നുപോയിട്ടുണ്ടാകാം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞിട്ടില്ല. മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു 19 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് നമ്മൾ ആരും മറന്നിട്ട് ഒറ്റ കുത്തിന് കൊലപ്പെടുത്തിയതാണ്. ആ അഭിമന്യുവിന്റെ കുടുംബം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇസ്ലാമിക ഭീകരവാദ ശക്തികളുടെ സഹായത്തോടുകൂടി ആ ശക്തികളുടെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട CPM-കാര്, DYFക്കാര്, SFIക്കാരൊക്കെ ഒരുപാടുണ്ട്. അതൊന്നും മറന്നുപോകരുത്. അതൊക്കെ മറന്നുകൊണ്ട് തൽക്കാലത്തേക്ക് BJPയെയും RSSനെയും ഒക്കെ തോൽപ്പിക്കാം. തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാം. RSSകാർക്കെതിരായിട്ട് 4 മുദ്രാവാക്യം വിളിക്കാം. ഇതൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ വരുന്ന പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൂടത്തോളിൽ കൈയിട്ടുകൊണ്ട് SDPക്കാരുടെ സഹായത്തോടു കൂടി തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ വേണ്ടി പോകുന്ന CPM-കാരോട് ഒരു കാര്യം ഞാൻ പറയുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനം ഇത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നും. കാരണം SDPക്കാരുടെ വോട്ട് വാങ്ങി കുറെ സ്ഥലത്ത് BJPയെയും RSSനെയും ഒക്കെ തോൽപ്പിച്ചാൽ ഇപ്പൊ കുറച്ച് സന്തോഷമൊക്കെ തോന്നും. പക്ഷെ CPM-നെ സ്നേഹിതരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓർത്തിരുന്നോ? ഇപ്പൊ ഞങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല. പക്ഷെ BJP RSS വിരോധത്തിന്റെ പേരിൽ ഈ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ തോളിൽ കൈയിട്ടുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ, ഞങ്ങളെ കൊല്ലാൻ, ഞങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ? നിങ്ങളിപ്പോ SDPക്കാരന്റെ കൂടെ ഒരു പാത്രത്തിൽ ആഹാരം കഴിക്കുകയാണ്. കേരളത്തിലെ CPM-ന്റെ നേതൃത്വം SDPക്കാരുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു പാത്രത്തിൽ ആഹാരം കഴിക്കുകയാണ്. ഒരു പാത്രത്തിൽ നിങ്ങൾ കഴിക്കുന്ന ബിരിയാണിക്ക് ഇപ്പൊ നല്ല സ്വാദുണ്ടാകും ആസ്വദിച്ചക്കാർക്ക്. SDPക്കാരുടെ കൂടെ ഒരു പാത്രത്തിൽ ബിരിയാണി കഴിക്കുമ്പോൾ CPM-കാർക്ക് ഇപ്പൊ നല്ല സ്വാദുണ്ടാകും. പക്ഷേ കേരളത്തിലെ CPM പ്രവർത്തകന്മാരോട്, നേതൃത്വത്തോട് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ കൂടെ കൊലച്ചോറാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം CPM-കാർക്കുണ്ടാകുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ അവസാനിപ്പിക്കണം. എല്ലാവരും ഒരുമിച്ച് ഇവരെ ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഇവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. നമുക്ക് രാഷ്ട്രീയ വിരോധമാവാം. CPM-ഉം കോൺഗ്രസും BJPയും ഒക്കെ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നിലപാടുകൾ വ്യത്യാസമുണ്ട്. നാം അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, തോൽപ്പിക്കും, ജയിപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷേ അതിനെല്ലാം ഉപരി ഈ രാജ്യമെന്നുള്ള വികാരമുണ്ട്. ആ രാജ്യമെന്ന വികാരത്തിന് മുമ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാകണം. രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂടെ ചേരുകയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല. നാം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കുന്ന ആളുകളാവട്ടെ. ഇന്ന് BJP രാജ്യം ഭരിക്കുന്നു. ഇന്നലകൾ നിങ്ങൾ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസുകാർ ഭരിച്ചിട്ടുണ്ട്. കോൺഗ്രസും CPM ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. രാജ്യം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം. ആര് രാജ്യം ഭരിച്ചാലും, നാം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ആയാലും, ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്കെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല. പക്ഷെ നിർഭാഗ്യവശാൽ ഈ രാജ്യത്തിലെ പ്രബലമായിട്ടുള്ള 2 രാഷ്ട്രീയ പാർട്ടികൾ, CPM-ഉം കോൺഗ്രസും, അവർക്ക് രാജ്യമല്ല പ്രധാനം. രാജ്യം തകർന്നാലും കുഴപ്പമില്ല,
രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകളെ സഹായിച്ചാലും കുഴപ്പമില്ല. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തണം, നരേന്ദ്രമോദി അപകീർത്തിപ്പെടുത്തണം, രാജ്യത്തിലെ ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്തണം, ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കണം, ആ ഗവൺമെന്റിനെതിരായി അപവാദ പ്രചരണങ്ങൾ നടത്തണം. അതിനുവേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ സഹായിച്ചാൽ പോലും ഒരു പ്രയാസമില്ല, ബുദ്ധിമുട്ടുമില്ല എന്ന നിലപാടിലേക്ക് ഈ രാജ്യത്തിലെ കോൺഗ്രസും CPM എത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഈ രാജ്യത്ത് ഒരുപാട് വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കോൺഗ്രസുമായി എത്രയോ കാലം മുഖാമുഖം മത്സരിച്ച പാർട്ടിയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഈ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടന കൂടുന്നതുകൊണ്ട് കോൺഗ്രസ് എതിർക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടില്ല. അതിന് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസും CPM ചെയ്യുന്നതാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ നോക്ക്, ഇപ്പൊ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കേരളത്തിൽ മുസ്ലിം സാമുദായിക രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുപടക്കുകയാണ് കോൺഗ്രസും CPM. ഞാൻ മുസ്ലിം സമൂഹത്തിനെതിരായിട്ടല്ല പറയുന്നത്. മുസ്ലിം സാമുദായികത എന്ന് പറഞ്ഞാൽ തീവ്ര ഇസ്ലാമിക വിശ്വാസത്തിൽ പുലർത്തുന്ന മതമൗലികവാദികളായിട്ടുള്ള ആളുകൾ, ആ മതമൗലികവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായി സഹകരിക്കുന്ന സംഘടനകൾ, ആ സംഘടനകളുമായിട്ട് കൂട്ടുചേരാൻ കേരളത്തിലെ കോൺഗ്രസിനും CPM-നും മടിയുണ്ടോ? CPM SDPയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. CPM SDPയുമായിട്ടാണ് ബന്ധമെങ്കിൽ കോൺഗ്രസുകാര് ബന്ധമുണ്ടാക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസുകാരോട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ജമായത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ സാധിക്കുക? ജമായത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ? 2 പ്രാവശ്യം ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് നിരോധിച്ച സംഘടനയാണ് ജമായത്തെ ഇസ്ലാമി. എന്തിനു വേണ്ടിയാണ് നിരോധിച്ചത്? ഈ രാജ്യം തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്തൊരു ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാകണം എന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘടനയല്ലേ ജമായത്തെ ഇസ്ലാമി? മൗദൂദിയുടെ ആശയം എന്ന് പറഞ്ഞാൽ ലോകമാസകലം ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാക്കുക എന്നതാണ് മൗദൂദിയുടെ ആശയം. ആ ആശയത്തിന്റെ ഈ രാജ്യത്തെ ആളുകളാണ് ജമായത്തെ ഇസ്ലാമി. ആ ജമായത്തെ ഇസ്ലാമി ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം ഉണ്ടായപ്പോ ആ ചാവേർ ആക്രമണത്തിന്റെ പിതൃത്വം ഏറ്റെടുത്തത് അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ജമായത്തിൽ എന്ന് പറയുന്ന സംഘടനയാണ്. ആ സംഘടനയുടെ ഈ രാജ്യത്തെ ആളുകളാണ് ജമായത്തെ ഇസ്ലാമി. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ആ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമായി കോൺഗ്രസിന് UDF-ന് ബന്ധമുണ്ടാക്കാൻ സാധിക്കുക? ജമായത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിനെ കൂട്ടിക്കെട്ടിയിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ കാർമ്മികത്വത്തിൽ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, രാജ്യത്ത് ഇസ്ലാമിക ഭരണക്രമം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ കൂട്ടുകിട്ടാൻ കോൺഗ്രസുകാർക്ക് ഒരു മടിയുമില്ല, ഒരു മറയുമില്ല. കോൺഗ്രസുകാരൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളൊരു ദേശീയ പ്രസ്ഥാനമില്ലേ? ആ ദേശീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടനയെ കൂട്ടിച്ചേരാൻ സാധിക്കുക? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുക? പുതിയ കാല കോൺഗ്രസുകാർക്ക് ഒരു പക്ഷേ കഴിയുമായിരിക്കും. കാരണം പുതിയ കാല കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, അത് ഈ രാജ്യത്തിലെ പാരമ്പര്യമുള്ള കോൺഗ്രസ് അല്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലീഗ് വിഴുങ്ങിയ കോൺഗ്രസാണ്. കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വത്തിന് മുമ്പിൽ മുട്ടുപടക്കുന്ന കോൺഗ്രസാണ്. ആ കോൺഗ്രസിന് ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാൻ, സഖ്യമുണ്ടാക്കാൻ, അവർക്ക് സീറ്റ് കൊടുക്കാൻ, അവരുമായി വേദി പങ്കിടാൻ, അവരുമായി ഒരുമിച്ച് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഭരിക്കാൻ, അതിനൊന്നും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മടിയില്ലല്ലോ. അതാ ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് രാഷ്ട്രീയം പറയാം, നിലപാടുകൾ പറയാം, മത്സരിക്കാം. പക്ഷേ ഈ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമായി നിങ്ങൾ കൂട്ടുകൂടരുത്. അതാ നമുക്ക് CPM-നോടും കോൺഗ്രസിനോടും പറയാനുള്ള, രാജ്യം ഉണ്ടാകണം ആദ്യം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ. രാജ്യമാദ്യം എന്ന നിലപാട് നാം സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാരതീയ ജനതാ പാർട്ടി
ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ കൂടുന്നുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കാൻ തയ്യാറായിട്ടുണ്ടോ? നാം ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദീർഘകാലം പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിലെല്ലാം നാം ഈ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ കൂടെ നിലനിർപ്പിച്ചത് രാജ്യദ്രോഹ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇന്നത്തെ കോൺഗ്രസിനെയും ഇന്നത്തെ CPM-നെയും നിങ്ങൾ നോക്ക്. നമ്മുടെ രാജ്യം ഒരു ഭീഷണിയെ നേരിടുമ്പോൾ, ഒരു വെല്ലുവിളിയെ നേരിടുമ്പോൾ, ആ വെല്ലുവിളിയെയും ഭീഷണിയെയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനോട് കൂടുന്നുകൊണ്ട് ഒരുമിച്ച് ചെറുക്കാൻ ബാധ്യതയുള്ള പാർട്ടികളാണിവർ. ആ പാർട്ടികൾ എവിടെയാണ് നിലപാട് സ്വീകരിച്ചത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ടു. ആ കൊലപാതകമുണ്ടായപ്പോ ലോകം ഒന്നാകെ നമ്മുടെ രാജ്യത്ത് കൂടെ നിന്നു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തോടൊപ്പമായിരുന്നു. അത് മുസ്ലിം രാജ്യങ്ങളാവട്ടെ, പാശ്ചാത്യ രാജ്യങ്ങളാവട്ടെ, പൗരസ്ത്യ രാജ്യങ്ങളാവട്ടെ, ഈ ലോകത്തിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള, ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങൾ ഭാരതത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ കാണിച്ച ഈ ക്രൂരത, മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനം, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഈ ലോകത്തിൽ ഭീകരവാദത്തെ കയറ്റിയേക്കുന്ന പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടായിരുന്നു ലോകം ഒന്നാകെ സ്വീകരിച്ചത്. ആ കൊലപാതകത്തിന് മറുപടി കൊടുക്കുമെന്ന് നാം പറഞ്ഞു. നാം മറുപടി കൊടുത്തു. ലോകം അമ്പരന്ന് പോയിട്ടുള്ള മറുപടിയാണ്. പാകിസ്ഥാനിൽ ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെടാതെ, ഒരു സാധാരണ പൗരൻ പോലും കൊല്ലപ്പെടാതെ പാക് ഭീകരവാദ കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ആ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഭീകരവാദികളെ കൊലപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. ഈ രാജ്യത്തിന്റെ വ്യോമസേനയുടെ കരുത്തുകൊണ്ട് ലോകം അമ്പരന്ന് പോയിട്ടുണ്ട്. ലോകം മുഴുവൻ എഴുന്നേറ്റ് നരേന്ദ്രമോദിക്ക് സല്യൂട്ട് അടിച്ചിട്ടുണ്ട്. ഇത് ചെയ്യാൻ ഈ ലോകത്തിൽ ഈ രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച ഭീകരവാദികളെ കണ്ടെത്തി കൊലപ്പെടുത്താൻ അമേരിക്കക്ക് 3-4 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു. അമേരിക്ക എന്ന വലിയ സൈനിക ശക്തിയാണ്. ലോകം മുഴുവൻ ചാരക്കണ്ണുകൾ വെച്ച് കാത്തിരിക്കുന്ന ആളുകളാണ്. ആ അമേരിക്കക്ക് ട്രേഡ് സെന്റർ ആക്രമിച്ച ഭീകരവാദികളുടെ ഒളിത്താവളം കണ്ടെത്തി അവരെ കൊലപ്പെടുത്താൻ 3-4 കൊല്ലക്കാലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തെ 26 നിരപരാധികളെ കൊലപ്പെടുത്തിയ ഭീകരവാദികളെ മുച്ചുകൂടും ഇല്ലാതാക്കാൻ ഇന്ത്യ രാജ്യത്തിന് 14 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ വേണ്ടി വന്നു എന്നുള്ളത് ലോകം അത്ഭുതത്തോടുകൂടി മാത്രം കണ്ട കാര്യമാണ്. ആ സംഭവം ഉണ്ടായപ്പോ ഈ രാജ്യത്തിലെ വ്യോമസേനയുടെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞു. ഭീകരവാദികളോട് ശ്രദ്ധയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച്, ആ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെ കുറിച്ച് ലോകം തിരിച്ചറിഞ്ഞു. ലോകമാസകലം നമ്മുടെ കൂടെ നിന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ലോകം നരേന്ദ്രമോദിയോടൊപ്പം, ഇന്ത്യയോടൊപ്പം നിന്നു. പക്ഷെ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ എവിടെയായിരുന്നു? കോൺഗ്രസും CPM എവിടെയായിരുന്നു? അവരാരോടൊപ്പമായിരുന്നു? അവർ ഇന്ത്യയോടൊപ്പമായിരുന്നോ? ഈ രാജ്യത്തോടൊപ്പമായിരുന്നോ? ഈ രാജ്യത്തിലെ സൈന്യത്തോടൊപ്പമായിരുന്നോ? അവർ നിലപാട് സ്വീകരിച്ചത് പാകിസ്ഥാന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ നിലപാട് പാകിസ്ഥാനോടൊപ്പമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോ പാകിസ്ഥാന്റെ പരാജയം ലോകമെല്ലാവരും അംഗീകരിച്ചു. പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ ഒന്നാകെ ഇല്ലാതായി എന്ന് ലോകം സമ്മതിച്ചു. സമ്മതിക്കാത്ത 2 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റ്, അദ്ദേഹം അത് സമ്മതിച്ചില്ല. രണ്ടാമത്തെ വ്യക്തി ആരാ? രണ്ടാമത്തെ വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹവും സമ്മതിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും സമ്മതിച്ചു. ഞാൻ ആലപ്പുഴയിലെ കോൺഗ്രസുകാരോട് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവിന്, കോൺഗ്രസ് നേതാവിന് പാകിസ്ഥാന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുക? പാക് പാർലമെന്റിൽ അവിടുത്തെ ഭരണകൂടം ഒറ്റപ്പെട്ടു പോയപ്പോ ആ ഭരണകൂടത്തിന് വേണ്ടി പാക് പാർലമെന്റിൽ അവർ സംസാരിച്ചവർ, അവർ കോട്ട് ചെയ്തത്, അവർ പറഞ്ഞത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് പാക് പാർലമെന്റിൽ മുഴങ്ങിയത്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന് പരാജയം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ, അത്
ദുരൂഹമാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയാണ് പാക് പാർലമെന്റിൽ അവിടുത്തെ എംപിമാർ ആയുധമാക്കിയത്. എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങൾക്കിത് സാധിക്കുക? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കേരളത്തിലെ KPCCയുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കില്, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവർ പോസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പാക് പാർലമെന്റിലൊക്കെ ആളുകൾ എടുത്ത് ഉപയോഗിച്ചത്. ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയായി. ഇന്ത്യൻ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയായപ്പോ ഒരു കോൺഗ്രസിന്റെ യുവ MP പ്രസംഗിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ നാടകമാണ് എന്ന്. കോൺഗ്രസിന്റെ ഒരു MP ഈ രാജ്യത്തിലെ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചറിയിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഒരു നാടകമാണ് എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു യുവ കോൺഗ്രസ് MP പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തെ തിരുത്താൻ, അത് ശരിയല്ല എന്ന് പറയാൻ ഒരു കോൺഗ്രസുകാരൻ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടുവന്ന പാർലമെന്റിൽ ആ യുവ MP പ്രസംഗിച്ചപ്പോൾ കൈയടിച്ചു കൊടുത്ത ആദ്യത്തെ MP ഈ ആലപ്പുഴ MP-യാണ്. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതാണ് കൂടെയെന്ന് എല്ലാവരും. ഒരാളും തിരുത്തിയില്ലല്ലോ. എങ്ങനെയാണ് കോൺഗ്രസ് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുക? ഈ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ, ഈ രാജ്യം ശത്രു രാജ്യങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കും? എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ നിലപാട് പാകിസ്ഥാന് കൂടിയായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന് BJP-യോട് വിരോധമുണ്ടാകാം, കോൺഗ്രസിന് നരേന്ദ്രമോദി ഗവൺമെന്റിനോട് വിരോധമുണ്ടാകാം. ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നിടം അത് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ ശ്രമിച്ചോളൂ. നിങ്ങൾ 11 കൊല്ലമായി ശ്രമിക്കുന്നു. എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി? ഒന്നും ഏശുന്നില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ മോദി ഗവൺമെന്റ് എതിർക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാണ്. അതിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ്. CPM ചെയ്താൽ പോലും എനിക്ക് അത്ര അത്ഭുതമൊന്നുമില്ല. CPM അതും ചെയ്യും, അതിലപ്പുറം ചെയ്യും. CPM എല്ലാ കാലത്തും അത് ചെയ്തിട്ടുള്ളതാണ്. CPM ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തോട് അവർക്ക് ഒരു കൂറും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ ആ പ്രദേശത്തിന് വേണ്ടി നമ്മുടെ പ്രദേശം ചൈന പിടിച്ചടക്കിയല്ലോ. ആ പിടിച്ചടക്കിയ പ്രദേശത്തെ കുറിച്ച് അന്ന് CPM-ന്റെ ഔദ്യോഗിക നിലപാട്, നാം നമ്മുടേതെന്നും ചൈനയുടെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന നിലപാട് സ്വീകരിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവരിത്തരം നിലപാട് സ്വീകരിച്ചാൽ നമുക്ക് അത്ഭുതമില്ല. പക്ഷെ കോൺഗ്രസിനെ പോലെ ഉത്തരവാദപ്പെട്ടൊരു പാർട്ടി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ രാജ്യദ്രോഹ ശക്തികളുടെ കൂടെ നിൽക്കുക? ആ ചോദ്യമാണ് ഞങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസുകാരോട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരോടൊപ്പമാണ്? നിങ്ങൾ ഈ രാജ്യത്തിലെ സൈന്യത്തോടൊപ്പമാണോ? ഈ രാജ്യത്ത് ഭീകരവാദത്തിന് ഇരയാകാൻ നടന്ന 10,000-കണക്കിന് നിസ്സഹായരായിട്ടുള്ള മനുഷ്യരോടൊപ്പമാണോ? അതോ ഈ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനോടൊപ്പമാണോ? രാഹുൽ ഗാന്ധി ചെയ്യുന്ന എല്ലാം അതാണ്. രാഹുൽ ഗാന്ധി ലോകം മുഴുവനും പോയിട്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രസംഗിക്കുകയാണ്. മിനിയാന്ന് നിങ്ങൾ നോക്ക്, ഈ പാർലമെന്റിൽ വലിയ ബഹളം നടക്കുമ്പോ, കോൺഗ്രസുകാര് പാർലമെന്റ് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോ രാഹുൽ ഗാന്ധി BMW കാർ കാണാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് പോയിട്ട് അവിടെ പോയി പ്രസംഗിച്ച എന്താ? ബിസിനസ്സില് ഉൽപാദനം വർദ്ധിക്കണം, ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന നല്ല കാര്യമാണ്. പക്ഷേ എന്റെ രാജ്യത്ത് ഇതൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രതിപക്ഷ നേതാവ്, ഉത്തരവാദപ്പെട്ടൊരു പ്രതിപക്ഷ നേതാവ് ഒരു വിദേശ രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്ത് കെട്ടി സംസാരിക്കുന്നത് നാം ആദ്യമായിട്ട് കാണുകയാണ്. എത്രയെത്ര പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് വിദേശ രാജ്യത്ത് പോയി ഈ രാജ്യത്തെ കെട്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നാമത് രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല. കാരണം ഈ ലോകത്തിൽ കാർ നിർമ്മാണത്തിൽ ലോകത്തിലെ 10 രാജ്യങ്ങളുടെ കണക്കെടുത്താൽ ആ 10 രാജ്യത്തിലൊന്ന് ഈ ഇന്ത്യ മഹാരാജ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനില്ല. അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെയാണോ ഈ രാജ്യത്തിന്റെ ചരിത്രം? എത്രയെത്ര ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുണ്ട്. സുദീർഘമായ 4 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പ്രതിപക്ഷത്തിന് നിയമിക്കുമ്പോൾ എപ്പോഴെങ്കിലും രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനെതിരായി വിദേശ രാജ്യത്ത് പോയി നാം പറഞ്ഞിട്ടുണ്ടോ? നാം ഭരണകൂടത്തിനെതിരായി പറഞ്ഞില്ല, മാത്രമല്ല രാജ്യത്തോടൊപ്പമായിരുന്നില്ലേ നമ്മൾ? ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുറെ പ്രതിപക്ഷ നേതാക്കന്മാരെ നാം ലോകത്തിന്റെ പല ഭാഗത്തും അയച്ചു.
അതൊന്നും കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും പോയി വിദേശ രാജ്യങ്ങളിൽ പോയി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്, രാജ്യത്തെ കുറിച്ച്, ഭീകരവാദികളെ കുറിച്ച് ഒക്കെ പ്രസംഗിച്ചു. അതൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള വേണുഗോപാലിനും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ പോയ ആളുകൾക്കെല്ലാം എതിരായി നോട്ടീസ് അയച്ചു. ശശി തരൂർ നോട്ടീസ് അയച്ചു, മനീഷ് തിവാരിക്ക് നോട്ടീസ് അയച്ചു, ആനന്ദ് ശർമ്മക്ക് നോട്ടീസ് അയച്ചു, സൽമാൻ ഖുർഷിദ് നോട്ടീസ് അയച്ചു. എന്താ നോട്ടീസ്? നിങ്ങൾ എന്തിനാണ് വിദേശ രാജ്യത്ത് പോയി ഇന്ത്യയെ പ്രകീർത്തിച്ചത്? പിന്നെ ആരെ പ്രകീർത്തിക്കണം? കോൺഗ്രസ് ഇവർ വിദേശത്ത് പോയിട്ട് പാകിസ്ഥാനെ പ്രകീർത്തിക്കണം? ഈ രാജ്യത്തിന് പ്രതീക്ഷയായി വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഈ രാജ്യത്തെയല്ലേ പ്രകീർത്തിക്കേണ്ടത്? അത് കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെടുന്നില്ല, രാഹുൽ ഗാന്ധിയുടെ ശിഷ്യൻ വേണുഗോപാൽ ഇഷ്ടപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വാറോലൊക്കെ ഒപ്പിടാറാണല്ലോ ഇപ്പൊ വേണുഗോപാലിന്റെ പണി. അപ്പൊ നമ്മുടെ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല. ആലപ്പുഴ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള നാടല്ലേ, പാരമ്പര്യമുള്ള കോൺഗ്രസുകാർ ഒരുപാട് ഉള്ള സ്ഥലമല്ലേ ഈ ആലപ്പുഴ ജില്ല. ആ ജില്ലയിലെ കോൺഗ്രസുകാരോട് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ MPയെ ഒന്ന് ആലപ്പുഴ വരുമ്പോൾ ഒന്ന് ചോദിക്കണം. രാഹുൽ ഗാന്ധിയോട് വിധേയത്വമൊക്കെ ആവാം, അത് കാരണമൊക്കെ വേറെയുണ്ട്, ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഇമാതിരി തോന്നിവാസം കാണിക്കാം, ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഈ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കൂടെയല്ല നാം നിൽക്കേണ്ടത്. നാം പാകിസ്ഥാന്റെ കൂടെയല്ല നിൽക്കേണ്ടത്. നാം നിൽക്കേണ്ടത് ഈ രാജ്യത്തോടൊപ്പമാണ്, നരേന്ദ്രമോദി എന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പമാണ്. BJP നേതാവിന്റെ കൂടെ നിൽക്കണ്ട, നിങ്ങൾ BJP നേതാവിന്റെ കൂടെ നിൽക്കണ്ട. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ കോൺഗ്രസുകാർക്ക് ഉണ്ടാവണ്ടേ? നിങ്ങൾ ഞങ്ങളുടെ പാരമ്പര്യം നോക്ക്. അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ജനീവയിലെ മനുഷ്യാവകാശ സമ്മേളനത്തിൽ പാകിസ്ഥാനിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. ഈ രാജ്യത്തിനായിട്ട് പാക് അധീന കാശ്മീർ പാകിസ്ഥാന് വിട്ടുകൊടുക്കണമെന്നും കാശ്മീർ നടക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്, അതുകൊണ്ട് മൂന്നാം ലോക കക്ഷിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനീവയിലെ മനുഷ്യാവകാശ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഒരു പ്രമേയം കൊണ്ടുവന്നു. പാകിസ്ഥാൻ ആ പ്രമേയം കൊണ്ടുവരുന്നതിന് മുമ്പ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 150-ലേറെ വരുന്ന രാജ്യങ്ങളുമായി പാകിസ്ഥാനെ പ്രതികൾ സംസാരിച്ചു. ആ പ്രമേയം ആ സമ്മേളനത്തിൽ പാസ്സാകാനിടയുണ്ട് എന്ന ഘട്ടം വന്നു. പ്രമേയം ആ സമ്മേളനത്തിൽ പാസ്സായാൽ ലോകത്തിന് മുമ്പിൽ ഈ രാജ്യം ഒറ്റപ്പെടും. ആ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ ജനീവയിലെ മനുഷ്യാവകാശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആര് പോകുമെന്ന് ചോദ്യം വന്നപ്പോ അന്ന് രാജ്യം ഭരിക്കുന്ന നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന് ഒരു ഉത്തരം മാത്രമേ അദ്ദേഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ. ആ വ്യക്തി അടൽ ബിഹാരി വാജ്പേയി എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് എന്ന് നരസിംഹറാവുവിന് ബോധ്യമായി. നരസിംഹറാവു വാജ്പേയിയുടെ കാര്യം ആവശ്യപ്പെട്ടപ്പോ സന്തോഷത്തോടു കൂടിയാണ് വാജ്പേയി ആ നിർദ്ദേശം സ്വീകരിച്ചത്. ജനീവ സമ്മേളനത്തിന് മുമ്പേ അവിടെ എത്തി എല്ലാ രാജ്യങ്ങളുമായി അടൽ ബിഹാരി വാജ്പേയി കണ്ടു, എല്ലാവരോടും സംസാരിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ആ സമ്മേളനത്തിൽ ആ പ്രമേയം പരാജയപ്പെട്ടു. എന്നാൽ സമ്മേളനത്തിൽ പാകിസ്ഥാന്റെ പ്രതിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രതിനിധി പ്രസംഗിച്ചത് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി പ്രസംഗിച്ചത് കാശ്മീരില്ലാതെ പാകിസ്ഥാന്റെ ഭൂപടം പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ്. അതായിരുന്നു പാകിസ്ഥാന്റെ വാദം. ആ വാദത്തിന് ജനീവ സമ്മേളനത്തിൽ വാജ്പേയി കൊടുത്ത മറുപടി ഇന്നും പ്രസിദ്ധമായിട്ടുള്ള മറുപടിയാണ്. കാശ്മീരില്ലാതെ പാകിസ്ഥാൻ പൂർണ്ണമാവുകയില്ല എങ്കിൽ പാകിസ്ഥാനില്ലാതെ ഭാരതവും പൂർണ്ണമാവുകയില്ല എന്ന മറുപടി ലോകത്തിന് മുന്നിൽ കൊടുക്കാൻ സാധിച്ച വ്യക്തിയായിരുന്നു. ആ ജനീവ സമ്മേളനം കഴിഞ്ഞ് സമ്മേളന നഗരിയിലെ പടിക്കെട്ടിൽ ഇറങ്ങി വരുമ്പോ വാജ്പേയിയോട് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ചോദിച്ച ചോദ്യമുണ്ട്. എല്ലാവരും ഒരേ സ്വരം ചോദിച്ചു, മിസ്റ്റർ അടൽ, നിങ്ങൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഈ സമ്മേളനത്തിൽ നിങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനെയാണ് സഹായിച്ചത്. നിങ്ങളുടെ പ്രതിപക്ഷ പാർട്ടി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സഹായിച്ചു. ഈ സമ്മേളനത്തിൽ ആ പ്രമേയമെങ്ങാനും പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ രാജിവെച്ചാൽ പിന്നെ അധികാരത്തിലേറുക നിങ്ങളുടെ പാർട്ടിയല്ലേ?
നിങ്ങളുടെ പാർട്ടിയെ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമമല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത്? ലോക മാധ്യമങ്ങളുടെ മുമ്പാകെ, ലോക സമൂഹം മുമ്പാകെ അടൽ ബിഹാരി വാജ്പേയി അന്ന് കൊടുത്തൊരു മറുപടിയുണ്ട്. ഞാൻ സഹായിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, ഞാൻ സഹായിച്ചത് ഏതെങ്കിലും ഗവൺമെന്റിനെയല്ല, ഞാൻ സഹായിച്ചത് എന്റെ രാജ്യത്തെയാണ്, എന്റെ രാജ്യത്തിലെ 132 കോടി ആളുകളെയാണ് എന്ന് മറുപടി കൊടുക്കാനുള്ള ത്രാണി അന്നത്തെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. ഞാൻ കോൺഗ്രസുകാരോട് പറയുന്നു, ആ അടൽ ബിഹാരി വാജ്പേയിയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത ഇന്ന് ഈ രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിലെ എല്ലാ വേദിയിലും പോയി ഇന്ത്യയെ കുറ്റം പറയുകയാണ്, ഇന്ത്യയെ തകർക്കുകയാണ്, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുകയാണ്, ഭീകരവാദികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്, മതമൗലികവാദികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണോ രാജ്യസ്നേഹം? ഈ കോൺഗ്രസിനെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നാം വിശ്വസിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസും CPM എല്ലാം 11 കൊല്ലം അധികാരത്തിൽ നിന്ന് പോയപ്പോ എന്താണ് ചെയ്യേണ്ടത് അവർക്കറിയില്ല. ഈ രാജ്യത്തെ അട്ടിമറിച്ചാലും ശരി, രാജ്യം തകർന്നാലും ശരി, നരേന്ദ്രമോദിയുടെ ചോരക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ചോരക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? എന്തെല്ലാം പരിശ്രമിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നരേന്ദ്രമോദി ഓരോ ദിവസം കഴിയുന്നോറും ലോകത്തിലെ ജനങ്ങളുടെ പിന്തുണ സമാഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ലോക സമൂഹം എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ അംഗീകരിക്കുന്നത്? അത് ഈ രാജ്യത്തിന്റെ കരുത്തുകൊണ്ടാണ്, രാജ്യത്തിന്റെ കരുത്തുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ത്യയാണ് ശരി, ഭാരതമാണ് ശരി എന്നവർ പറയാൻ തയ്യാറാക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ഇറാനും ഇറാഖും ഖത്തറും സൗദി അറേബ്യയും അടക്കമുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും പാകിസ്ഥാനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പാകിസ്ഥാൻ അല്ല വേണ്ടത്, ഭാരതം മതി എന്ന നിലപാട് എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ സ്വീകരിക്കുന്നത്? അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ രാജ്യം പഴയ രാജ്യമല്ല, ഭാരതം പഴയ ഭാരതമല്ല. നമ്മുടെ നാട് കരുത്തുള്ള ഭാരതമാണ്. എല്ലാ ഭീകരവാദികളോടും എല്ലാ തീവ്രവാദികളോടും സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ സാധിക്കുന്ന, ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അത് മറ്റാർക്ക് ബോധ്യമായില്ലെങ്കിലും ഏറ്റവും നന്നായി ബോധ്യമായിട്ടുള്ള ആളുകൾ രഞ്ജിത് ശ്രീനിവാസേട്ടനെ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ്. ഇമാതിരി ഒരു ഏർപ്പാടുണ്ടാകുമെന്ന് അവരാരും വിചാരിച്ചിട്ടില്ല, ആരും വിചാരിച്ചിട്ടില്ല. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. 2047 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊക്കെ ആകാൻ വേണ്ടി പോയ ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. രാജ്യം ഭരിക്കുമെന്ന് സ്വപ്നം കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കരുത്തെന്താണ് എന്നവർ അറിയുക. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മതഭീകരവാദത്തോട് സന്ധി ചെയ്യാൻ പാടില്ല. നമുക്ക് മറ്റു പലയിടത്തും കോംപ്രമൈസ് ആവാം, രാഷ്ട്രീയത്തിൽ കോംപ്രമൈസ് ആവാം, സംവാദങ്ങൾ ഏർപ്പെടാം, വാഗ്വാദത്തിൽ ഏർപ്പെടാം. പക്ഷേ നാട് തകർക്കുന്ന, രാജ്യം തകർക്കുന്ന, നിരപരാധികളെ കൊലപ്പെടുത്തുന്ന മതഭീകരവാദ ശക്തികളുമായി സന്ധി ചെയ്യരുത്. ആ സന്ധി ചെയ്യുന്ന സമീപനം CPM-ഉം കോൺഗ്രസും ഉപേക്ഷിക്കണം. നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളോട് രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നില്ല. എന്ത് രാഷ്ട്രീയം പറയും നിങ്ങൾ? CPM-ഉം കോൺഗ്രസും കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്ത് രാഷ്ട്രീയമാണ് പ്രിയപ്പെട്ടവരെ പറയാനുള്ളത്? ഇപ്പൊ CPM-നെ നിങ്ങൾ എടുത്തു നോക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPM അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. എന്തുകൊണ്ട് SDPയുടെ പിന്നാലെ പോകേണ്ടി വരുന്നു? സംഘടിത മതവിഭാഗത്തിന്റെ വോട്ട് കിട്ടണം, അല്ലാതെ ജയിക്കില്ല. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, നിലപാട് പറഞ്ഞുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ലല്ലോ. ആളുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ, ഒരു CPM സ്വീകരിച്ചൊരു നിലപാട്, ഈ രാജ്യത്ത് എന്തോരം പാരഡി പാട്ടുകൾ ഇറങ്ങിയിരിക്കുന്നു. ED രാജപ്പന്റെ ഒക്കെ പഴയ കേസറ്റ് കേട്ടാൽ, അല്ലെ കലാഭവന്റെ കേസറ്റ് കേട്ടാൽ എന്തെല്ലാം പാരഡി ഗാനങ്ങൾ. എന്ന് ഇപ്പൊ ഇറങ്ങിയ പാരഡി ഗാനത്തോട് മാത്രം CPM-ന് ഇത്ര വല്ലാത്തൊരു പ്രയാസം, എന്തിന് ഇത്ര വേവലാതി? എന്താണ് ആ പാരഡി ഗാനത്തിന് കുഴപ്പം? ഇനി കുഴപ്പമുണ്ടെങ്കിൽ അത് CPM-കാർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ
പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി പഴയ റാന്നി MLA പ്രസ്താവന അദ്ദേഹം പറയുന്നത് അത് മതവികാരം ഉള്ളപ്പെടുമെന്നാണ്. ആരുടെ മതവികാരം? ഏതായാലും സ്വർണം കട്ടതിന്റെ അത്രയൊന്നും വികാരം വെള്ളപ്പെടില്ലല്ലോ, പാട്ട് കെട്ടാൻ അത്രയും വികാരം വെള്ളപ്പെടില്ലല്ലോ. നിങ്ങൾക്കിത് കക്കാം, ഞങ്ങൾക്ക് പറയാൻ പാടില്ല. അത് ഇവിടുത്തെ മര്യാദയാണ്. നിങ്ങൾ കട്ടകാര്യമല്ലേ പറയുന്നുള്ളൂ. ആളുകൾ പാട്ടെഴുതും, ആളുകൾ കവിത പാടും. എന്താ നിങ്ങൾക്ക് ഇത് പാടുള്ളൂ? നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ കൊലപ്പെടുത്തിയിട്ട് മനുഷ്യരാകണം എന്ന് പറയും പോലെയല്ല. നിങ്ങൾ കട്ടകാര്യം ഞങ്ങൾ പറയും. നിങ്ങൾ കട്ടതല്ലേ? ശബരിമലയിൽ സ്വർണ്ണം പിന്നെ ആരാ കട്ടത്? CPM അല്ലേ കട്ടത്? കൽത്തുറിങ്ങിൽ കിടക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ CPM-കാരല്ലേ? 2 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഭഗവാന്റെ മുതല് മോഷ്ടിച്ചതിന് അകത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ട്? അത് 2 CPM-കാരല്ലേ? കഴിഞ്ഞ പ്രാവശ്യം CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കഴിഞ്ഞപ്പോ ആ സമ്മേളനത്തിലെ തീരുമാനങ്ങൾ വിശദീകരിക്കുമ്പോൾ MV ഗോവിന്ദ മാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു. മാഷ് പറഞ്ഞു, പാർട്ടി സമ്മേളനത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം പാർട്ടി സഖാക്കന്മാരോട് എല്ലാവരോടും എല്ലാ പ്രാദേശിക തലത്തിലും ക്ഷേത്രങ്ങളുമായിട്ട് അടുത്തിടപഴകാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ സഖാക്കന്മാരും ക്ഷേത്രങ്ങളുമായിട്ട് ഇടപെടണം. ഗോവിന്ദ മാഷ പ്രസ്താവന കണ്ടപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് സഖാക്കന്മാർക്കെല്ലാം ഭക്തി കുറച്ച് കൂടിയിട്ടുണ്ട്, ദൈവത്തോട് ഇത്ര പ്രിയം കൂടിയിട്ടുണ്ട്, അതാണ്. പക്ഷെ മാഷ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. എല്ലാ പ്രദേശത്തെയും സഖാക്കന്മാരോട് അമ്പലവുമായിട്ട് ഇടപഴകണമെന്ന് പറഞ്ഞാൽ ഭഗവാനെ തൊഴാനല്ല, അവിടുത്തെ വിഗ്രഹത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടാ, അതെങ്ങനെ അടിച്ചുകൊണ്ട് പോകണം എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു പാർട്ടിയുണ്ടോ കേരളത്തിൽ? നിങ്ങൾ ഖജനാവ് കെട്ടുപൊളിക്കുന്ന മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതാണ്. പഞ്ചായത്ത് ഫണ്ട് നിങ്ങൾ മുക്കും, മുനിസിപ്പാലിറ്റി ഫണ്ട് നിങ്ങൾ മുക്കും, സംസ്ഥാന ഖജനാവ് അത് നിങ്ങൾ അടിച്ചുകൊണ്ട് പോകും. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള കടം ഇപ്പോഴത്തെ പൊതുകടവ് മാത്രം നോക്കിയാൽ മതി. 5 നയാ പൈസ കേരളത്തിലെ ഖജനാവിലില്ല, 5 പൈസ ഇല്ല. പക്ഷെ ഖജനാവ് മേടിച്ചോണ്ട് പോകുന്ന മനസ്സിലാക്കാം. പക്ഷെ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടി അമ്പലത്തിന്റെ മുതല് മോഷ്ടിക്കുന്നത്, സ്വർണം മോഷ്ടിക്കുന്നത്. എന്നൊരു ഉളുപ്പും മടിയും കൂടാതെ അതെല്ലാം ന്യായീകരിക്കുകയാണ്. CPM-ന് പങ്കില്ല. എങ്ങനെ പങ്കില്ലാതിരിക്കും? ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും CPM-ന് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരല്ലേ? N. വാസു എന്ന് പറഞ്ഞ ചില്ലറക്കാരനല്ലല്ലോ. N. വാസു 10 കൊല്ലക്കാലം CPM-ന്റെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായിരുന്നു കൊല്ലം ജില്ലയിൽ. അത് കഴിഞ്ഞ് അച്യുതാനന്ദന്റെ ഗവൺമെന്റിൽ PK ഗുരുദാസൻ മന്ത്രിയായപ്പോൾ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അദ്ദേഹത്തെ ദേവസ്വം കമ്മീഷണറാക്കി. തിരുവിതാംകൂർ ദേവസ്വം നിയമം അനുസരിച്ച് ജുഡീഷ്യൽ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദേവസ്വം കമ്മീഷണറാക്കാൻ പാടുള്ളൂ. പക്ഷെ വാസുവിന്റെ കേസ് വന്നപ്പോൾ പിണറായി വിജയൻ പ്രത്യേക താല്പര്യപ്രകാരം ഏതോ ഒരു കാലത്ത് അദ്ദേഹം അർദ്ധ ജുഡീഷ്യൽ പദവിയിലിരുന്നു എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടാക്കി N. വാസുവിനെ പിൻവാതിലൂടെ പിണറായി വിജയൻ ദേവസ്വം കമ്മീഷണറാക്കി. ദേവസ്വം കമ്മീഷൻ കാലാവധി കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് മെമ്പറാക്കി. ദേവസ്വം ബോർഡ് മെമ്പറായിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കുന്നത്. ഇതെല്ലാം ആരാക്കി? എല്ലാം തീരുമാനിച്ചത് പിണറായി വിജയന്റെ താല്പര്യപ്രകാരം. അപ്പോ സഖാവ് വാസു സ്വർണം കെട്ടാൽ CPM-ന് പങ്കില്ലേ? ആരാ? പത്മകുമാർ 10 കൊല്ലക്കാലം കോന്നിയിലെ MLA, DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. CPM-ന് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പിണറായി ഗ്രൂപ്പിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു. ഇതെല്ലാമായിട്ടുള്ള പത്മകുമാർ സ്വർണം കെട്ടാൽ അത് CPM-ന് റോളില്ലേ? ഞാൻ സൂചിപ്പിച്ചത്, ഒരു പാർട്ടി ഈ രാജ്യത്തിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. പണ്ട് കൊള്ള നടന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ള നടന്നിട്ടുള്ളത് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്താണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ആസൂത്രിതവും സംഘടിതമായി കൊള്ള നടക്കുന്നത് പിന്നീട് ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത്, ചരിത്രത്തിൽ ഇനി പിണറായി വിജയനെ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് 2ാം ടിപ്പു സുൽത്താൻ എന്ന പേരിലായിരിക്കും പിണറായി വിജയനെ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഞാൻ സൂചിപ്പിച്ചത് എങ്ങനെയാണ് CPM-നെ ന്യായീകരിക്കുക. ഇനിയിപ്പോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ചല്ലോ, ഇന്നത്തെ ദിവസം
കോടതി ചോദിച്ചു, എന്താ അന്വേഷണം പത്മകുമാറിന് മേലോട്ട് പോകാത്തത്? പത്മകുമാർ തങ്ങി നിൽക്കുകയാണല്ലോ. SIT പ്രധാനപ്പെട്ട ചില ആളുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞത് BJP അല്ല, പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. ഉണ്ട്, സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കാരണം പത്മകുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ പത്മകുമാർ പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ കഥാപാത്രം ഉണ്ടല്ലോ, ആ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന് ഈ പത്മകുമാറിന് മൊഴിയുണ്ട്. ആ അന്വേഷണം ഉണ്ടാൽ കടകംപള്ളി പെടും. കടകംപള്ളി പെട്ടാൽ വീണ്ടും മുമ്പോട്ട് പോയാൽ വാസവൻ മന്ത്രി പെടും. വാസവൻ കൂടി പെട്ടാൽ പിന്നെ അടുത്ത പെടാൻ വേണ്ടി പോകുന്നത് പിണറായി വിജയനായിരിക്കും. അതുകൊണ്ട് പത്മകുമാറിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് കോടതിക്ക് പോലും ബോധ്യമാകുന്നു. എങ്ങനെയാണ് CPM ഇതിനെ ന്യായീകരിക്കുക? ന്യായീകരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ട കൊത്തളങ്ങളാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണത്. അരിവാൾ നക്ഷത്രത്തിലല്ലാതെ മറ്റൊരാൾക്കും വോട്ട് ചെയ്യാത്ത കേരളത്തിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞത് ഇപ്രാവശ്യം അതുകൊണ്ടാണ്. അവിടെയൊക്കെ ജയിച്ചിട്ടുള്ളത് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം ജയിച്ചിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കും പോലെ കോൺഗ്രസ് ഒന്നുമല്ല. കാരണം മാർക്സിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാം CPM-നെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. കാരണം കോൺഗ്രസും CPM തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നവർ മാർക്സിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിലെല്ലാം CPM-കാര് അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചപ്പോ അവരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയത് താമരയിലാണ് എന്നുള്ളതാണ് സത്യം. എല്ലാ CPM ഗ്രാമങ്ങളിലും ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടി. RSS നിരോധിത മേഖല, BJP നിരോധിത മേഖല എന്ന് എഴുതി വെച്ച ധാരാളം ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. ഈ പ്രാവശ്യം അവിടെയൊക്കെ ഞാൻ ഒരു സ്ഥലത്തിന്റെ പേര് പറയാം. കണ്ണൂർ ജില്ലയിൽ ചിറ്റാരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ പ്രാവശ്യം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്താൻ സമ്മതിച്ചില്ല. അവർ തടഞ്ഞു. ഇവിടെ പറ്റൂല, ഇവിടെ കാവിക്കൊടി പറ്റൂല, ഇവിടെ RSS പറ്റില്ല, ഇവിടെ BJP പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ബോർഡ് വെച്ചു. ഈ ഗ്രാമം RSS നിരോധിത മേഖലയാണ്. ഇതൊരു 6 മാസം മുമ്പത്തെ സംഭവമാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണല്ലോ ശ്രീകൃഷ്ണ ജയന്തി. 6 മാസമില്ല, 3 മാസം. ആ ചിറ്റാരിപ്പറമ്പിൽ ഈ തടഞ്ഞ സ്ഥലത്ത് ഈ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളതാണ് സത്യം. പിണറായി വിജയന്റെ സ്വന്തം പഞ്ചായത്ത് ധർമ്മടത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 സീറ്റാണ് ജയിച്ചത്. ഈ പ്രാവശ്യം 3 ആക്കി. പിണറായി വിജയന്റെ സ്വന്തം വാർഡിൽ ജയിക്കാൻ CPM കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നമുക്കറിയാം. ഇപ്പൊ എല്ലാവരും പറയുന്നു, നാഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ പിണറായി വിജയന്റെ വാർഡിലും നമ്മൾ ഈ പ്രാവശ്യം ജയിക്കുമായിരുന്നു. അതാണ് കേരളം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, എന്തുകൊണ്ട് CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ നിങ്ങൾ തോറ്റുപോകുന്നു? ഈ കൊള്ളയും ഈ തോന്നിവാസവും ചോദ്യം ചെയ്യാൻ ആളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ CPM-ന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോകുന്നത്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് പറയാൻ രാഷ്ട്രീയമില്ലാത്ത കൊണ്ടല്ലേ. ശബരിമലയിൽ മാത്രമല്ലല്ലോ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇവർ കൊള്ളയടിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളും. പാവപ്പെട്ട ഹിന്ദുവിന്റെ അമ്പലങ്ങളെല്ലാം കൊള്ളയടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ച് അതിന്റെ പേരിൽ അമ്പലം കൊള്ളയടിക്കുക. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രം കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമല്ലേ, നിങ്ങൾ എല്ലാവരും പോകുന്ന അമ്പലമല്ലേ. ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓഡിറ്റ് ചെയ്തു. ഓഡിറ്റ് ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ടായില്ല. പല ചോദ്യങ്ങളും ചോദിച്ചു. നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളുടെ സ്വത്ത്, ദേവസ്വത്തിന്റെ സ്വത്ത്, ആ സ്വത്ത് നാഷണലൈസ്ഡ് ബാങ്കിലെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതാണ് നിയമം. പക്ഷെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ 200 കോടി നിക്ഷേപിച്ചത് എവിടെയാണ്? നിങ്ങൾ കേരള ബാങ്കിൽ. ഏതേ കേരള ബാങ്ക്? കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുവന്നൂർ ബാങ്കിന്റെ ഏട്ടൻ. ആ ബാങ്കിലാണ്
ഗുരുവായൂർ ദേവസ്വം, ഞാനും നിങ്ങളും കൊടുക്കുന്ന പണം, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഗുരുവായൂരപ്പ ഭക്തന്മാർ അവർ കൊടുക്കുന്ന പണം, ആ പണം എന്ത് അധികാരത്തിലാണ് CPM ഒരു ബാങ്കിൽ ഈ ദേവസ്വം ബോർഡ് നിക്ഷേപിച്ചത്? ഈ ചോദ്യം ചോദിച്ചു കോടതി, ഈ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. ദേവസ്വം ബോർഡിന്റെ പണം പാർട്ടി ബാങ്കുകൾക്ക് കടം വീട്ടാനുള്ളതല്ല എന്ന് ഈ രാജ്യത്തിന് സുപ്രീം കോടതി വിധി തന്നിട്ട് 2 ആഴ്ച പോലും തികഞ്ഞിട്ടില്ല. പണം കൊള്ളയടിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിന് വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് ആസൂത്രിതമായിട്ടാണ് ഈ ദേവസ്വം ബോർഡിനെ വെച്ച് ഇവർ കൊള്ളയടിക്കാൻ നോക്കുന്നത്? നമ്മള് പല വഴിപാടുകൾ കഴിക്കുമല്ലോ. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ ഒന്നുകിൽ ഭണ്ണാരത്ത് പണം ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയുടെയും വഴിപാടിന്റെ ഭാഗമായിട്ട് സ്വർണമാല, സ്വർണരൂപങ്ങൾ, വെള്ളിപ്രതിമകൾ ഇതൊക്കെ കൊടുക്കും, മോതിരങ്ങൾ. ഇതെല്ലാം നമ്മൾ കൊടുക്കുമ്പോ ചില ആളുകൾ ഭണ്ണാരത്തിൽ പോയി നിക്ഷേപിക്കും. ഇപ്പൊ കോടതി ഇടപെട്ട് പറഞ്ഞു, അത്തരം വലിയ വില കൂടുന്ന സാധനങ്ങളൊന്നും ഭണ്ണാരത്തിൽ നേരിട്ട് നിക്ഷേപിക്കരുത്. ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ പോയി അവിടെ ഏൽപ്പിച്ച് റെസീറ്റ് മേടിക്കണം, എന്നിട്ട് പോയി കൊണ്ടുപോയി ഭണ്ണാരത്തിൽ ഇടണം എന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ നിയമം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റിംഗ് നടന്നപ്പോ ഓഡിറ്റർ ചോദിച്ചു അഡ്മിനിസ്ട്രേറ്റർ, അല്ല ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും റെസീറ്റ് ഉണ്ടോ? ഒരു റെസീറ്റും ഇല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭണ്ണാരത്തിൽ ഒരാളും സ്വർണവും വെള്ളി ഇടുന്നില്ല എന്നാണോ? ഇടുന്നൊക്കെ CPM ഓഫീസിലേക്ക് പോയി എന്നാണോ? ഈ ചോദ്യത്തിന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭരണകൂടത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതിലേറെ രസകരമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 35 ആനകൾ ചെരിഞ്ഞുപോയി. ആനക്ക് എന്തോ സാംക്രമിക രോഗം വന്ന പോലെയാണ്, വൈറൽ ഫീവർ. അങ്ങനെ 35 ആനകൾ ചെരിഞ്ഞു. ആനകൾ ചെരിഞ്ഞതിനെ കുറിച്ച് ചോദ്യം വേറെയുണ്ട്, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഓഡിറ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 35 ആന ചെരിഞ്ഞാൽ ഒരാനക്ക് 2 കൊമ്പാണ്. 35 പിടിയാനകളല്ല, 35 കൊമ്പനാനകളാണ് ചെരിഞ്ഞത്. ഒരാനയെയും കൊമ്പോട് കൂടി സംസ്കരിക്കില്ലല്ലോ, കൊമ്പ് മാറ്റിയിട്ടാണല്ലോ സംസ്കരിക്കുക. അപ്പൊ 35 ആനകൾ ചെരിഞ്ഞാൽ എത്ര കൊമ്പ് വേണം? 70 കൊമ്പ് വേണം. ഓഡിറ്റ് ചോദിച്ചു, 70 കൊമ്പ് ഇവിടെ? ദേവസ്വം ബോർഡിന് ആളുകൾക്ക് ഉത്തരവില്ല. കൊമ്പ് എന്ന് എഴുതാൻ 2 അക്ഷരമേ വേണ്ടു, പക്ഷെ വില 2 കോടിയാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ഗുരുവായൂർ ചെറിയ ആനകളുടെ കൊമ്പ് ഇവിടെ? ആരാ ഗുരുവായൂർ ദേവസ്വം ഭരിക്കുന്നത്? CPM. എല്ലാ മെമ്പർമാരും CPM. ഈ കൊമ്പ് ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ കോടിക്കണക്കിന് രൂപ നിങ്ങൾ എങ്ങനെയാ അടിച്ചു മാറ്റിയത്? ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിന്റെയും കഥ ഞാൻ പറയാൻ തുടങ്ങിയാൽ നേരം വെളുക്കുമ്പോഴും പറയണം. കേരളത്തിന്റെ ഒരറ്റ മുതൽ ഒറ്റയറ്റം വരെ കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ ഈ CPM കൊള്ളയടിക്കുകയാണ്. അതിനെല്ലാം കോൺഗ്രസിന്റെ ഒത്താശയുമുണ്ട്. ഞാൻ വേറൊരുദാഹരണം കൂടി നിങ്ങളോട് പറയാം. വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രമുണ്ട്, തിരുനെല്ലി ദേവസ്വം. നമ്മളൊക്കെ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്ന മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വയനാട്ടിൽ. ആ ക്ഷേത്രത്തില് 15 കോടി അത് അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു, നിയമപ്രകാരം തെറ്റാണ്, എനിക്ക് നിക്ഷേപിക്കാൻ പറ്റില്ല. സാധാരണ പോലെ എല്ലാ പതിവ് പോലെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഈ പാവ എക്സിക്യൂട്ടീവ് ഓഫീസർ ഭീഷണിപ്പെടുത്തി, നീ 2 കാലം നടക്കൂല, നീ വീട്ടിൽ കിടന്നുറങ്ങൂല, ഭാര്യയെ കണ്ട് മരിക്കൂല, അതുകൊണ്ട് നിക്ഷേപിക്കണം. പാവ എക്സിക്യൂട്ടീവ് ഓഫീസർ പേടിച്ചിട്ട് ഈ 15 കോടി കൊണ്ടുപോയി തിരുനെല്ലിയിലെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോ ആ പണം വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. പണം തിരിച്ചു കൊടുത്തപ്പോ ഈ ബാങ്ക് കൊടുക്കൂല, ഇപ്പോഴും കൊടുത്തിട്ടില്ല. അവസാനം അവർ കോടതി പോയിട്ട് ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞു, അങ്ങനെ പകുതി കൊടുത്തു. ഇപ്പോഴും 6-7 കോടി രൂപ ബാക്കിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു നാടായത്? BJP സമരം നടത്തി, BJP സമരം നടത്തിയിട്ടാണ് 6 കോടി കിട്ടിയത്. ഞങ്ങൾ അവിടുത്തെ കോൺഗ്രസുകാരോട് പറഞ്ഞു, നിങ്ങളിത് കാണുന്നില്ലേ? അപ്പൊ കോൺഗ്രസുകാർ സമരം ചെയ്യാറില്ല, കാരണം ഈ ബാങ്കിൽ കോൺഗ്രസുകാർക്കും നിക്ഷേപമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ CPM-നെ പോലെ തന്നെ ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട്. ഇപ്പൊ ഈ ശബരിമലയിലെ ഈ കൊള്ളയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ നമ്മൾ.
ശബരിമലയിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിരീക്ഷിച്ച ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഹൈക്കോടതിയുടെ ജഡ്ജിയാണ്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്? ഈ തീരുമാനമെടുക്കാനുള്ള കാരണം 2009 UDF ഗവൺമെന്റ് കാലത്ത് ഗുരുവായൂർ ശബരിമല ക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം വന്നപ്പോ ആ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തിയപ്പോ അന്നാണ് ഈ തീരുമാനം ഉണ്ടായത്. അന്നാരാ കേരളത്തിലെ ദേവസ്വം മന്ത്രി? ശിവകുമാർ. ആരാണ് ദേവസ്വം കമ്മീഷണർ? ശിവകുമാറിന്റെ സഹോദരൻ. ഏട്ടനും അനുജനും ചേർന്നുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് രൂപ ക്രമക്കേട് നടത്തിയതിനെ കുറിച്ച് ഹൈക്കോടതിയുടെ വസ്തുതാന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത്, ഇനി ഞങ്ങൾ അറിയാതെ ഒരു തീരുമാനവും ശബരിമലയിൽ എടുക്കേണ്ടതില്ല എന്ന് കേരള ഹൈക്കോടതിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ശിവകുമാറിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും കാലഘട്ടത്തിലാണ്. അപ്പൊ വി ഡി സതീശ, നിങ്ങളുടെ പാർട്ടി ഒറ്റുമോശക്കാരല്ല. കൊള്ളയടിക്കുന്ന കാര്യത്തിലും വീത വെക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് എന്നോ CPM എന്നോ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ പോകുന്നത്. അങ്ങനെ രാഷ്ട്രീയം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പാർട്ടികളും, ഒരു കൂട്ടർ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകിലും ഒരു കൂട്ടർ SDPയുടെ പുറകിലും പോകുന്നു. ഇത് അനുവദിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം. കേരളം മതമൂലികവാദികളുടെയും മതഭീകരവാദികളുടെയും ചുറ്റും കറങ്ങണമോ, അതോ കേരളം ശരിയായ പാതയിലേക്ക് പോകണമോ? മതമൗലികവാദികളും ഭീകരവാദികളും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി ഈ കേരളത്തെ ശരിയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് നയിക്കണമോ? പോപ്പുലർ ഫ്രണ്ടുകാരനെയും ജമാഅത്തെ ഇസ്ലാമിക്കാരനും കമന്നു വീഴുന്ന രാഷ്ട്രീയമാണോ കേരളത്തിന് ആവശ്യം? അത് നെഞ്ചുറപ്പോടുകൂടി ഈ രണ്ട് മതഭീകരവാദികളോട് നിരന്തരമായി പോരാട്ടം നടത്തുന്ന രാഷ്ട്രീയമാണോ ഈ കേരളത്തിന് ആവശ്യം? ഈ ചോദ്യമാണ് പ്രിയപ്പെട്ട രഞ്ജിത് ശ്രീനിവാസന്റെ ഈ അനുസ്മരണ ദിനത്തിൽ, ഈ ബലിദാന ദിനത്തിൽ കേരളം ഉച്ചത്തിൽ ചോദിക്കുന്ന ചോദ്യം, കേരളം പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ പോകണമോ? കേരളം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോകണമോ? അതോ കേരളം ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്നാലെ പോകണമോ എന്നുള്ള ചോദ്യമാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിന് ഭാവി ഉണ്ടാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലാതെ മറ്റൊരു വഴിയില്ല. ആ വിജയത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് നഗരസഭ BJPക്ക് കിട്ടുമെന്ന് CPMകാരും കോൺഗ്രസുകാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവിടുത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഞങ്ങൾക്ക് 76 സീറ്റ് കിട്ടും. അപ്പൊ പത്രക്കാർ വെച്ച് BJPക്ക് എത്തിടും. BJPക്ക് ഒരു 15 അത്രേ കിട്ടും. ഒരിക്കലും BJP വരില്ല എന്ന് വിചാരിച്ചല്ലോ. ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരി ഭാരതീയ ജനതാ പാർട്ടിക്ക് കോൺഗ്രസിനെയും CPMനെയും വെല്ലുവിളിച്ചുകൊണ്ട് പിടിക്കാൻ സാധിക്കുമെങ്കിൽ 6 മാസം കഴിയുമ്പോ കേരളം മുഴുവനും പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും എന്ന് നിങ്ങൾ ഓർമ്മിച്ചു. പണ്ടൊക്കെ കാല് മുതൽ മേൽപോട്ടാണ്, ഇപ്പൊ അങ്ങനെയല്ല, തലയിൽ നിന്ന് കീഴ്പോട്ടാണ്. തലസ്ഥാനം പിടിച്ചാൽ പിന്നെ എളുപ്പമാണ്. കാരണം തലയുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പിന്നാലെ വന്നു. അതാണ് നമ്മുടെ അനുഭവം. ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം പിടിച്ചത് ഏതാണെന്നറിയാം നിങ്ങൾ? ഇപ്പോഴാണല്ലോ 13 സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ കൂടെയായി, രാജ്യത്തിന്റെ ഭരണം നമ്മുടെ കൂടെയായത്. ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്ക് ആദ്യമായിട്ട് ഭരണം പിടിച്ചത് ഡൽഹി മെട്രോപൊളിറ്റൻ കൗൺസിലാണ്, വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് സംസ്ഥാനങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരളം മാറ്റത്തിന്റെ ദിശയിലാണ്. തിരുവനന്തപുരത്ത് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി 18 CPMും കോൺഗ്രസും നോക്കിയിട്ടുണ്ട്. പരസ്പരം സഹായിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് CPMും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ പരിശ്രമിച്ചിട്ടും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ ബലിദാന ദിനത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോ ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ജീവനും രക്തവും നൽകിയിട്ടുള്ള നൂറുകണക്കിന് ബലിദാനികൾ, രഞ്ജിത് ശ്രീനിവാസൻജി ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ബലിദാനികൾ, ആ
ബലിദാനികളുടെ സ്വപ്നം കൂടിയാണ് പ്രാവർത്തികമാകാൻ വേണ്ടി പോകുന്നത്. ഒരു ബലിദാനവും ഈ കേരളത്തിൽ പാഴാവുകയില്ല എന്ന് നാം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്ക് നഷ്ടമുണ്ട്, നമുക്ക് വേദനയുണ്ട്. ആ വേദനയും നഷ്ടവും നാം മനസ്സിലടക്കി പിടിക്കുമ്പോഴും ഈ പോരാട്ടത്തിൽ നാം ഒട്ടും പുറകോട്ടല്ല, വിജയത്തിലേക്കുള്ള പോരാട്ടമാണ് എന്ന് കേരളം കാണുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ജയിച്ചു, നമുക്ക് 20% വോട്ട് കിട്ടി. അപ്പൊ പറഞ്ഞു അത് നരേന്ദ്രമോദിയുടെ ബലത്തിലാണ്, അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിപ്പോ പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ലല്ലോ കഴിഞ്ഞത്, ഇതിപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നെയും കോൺഗ്രസിനെയും തോൽപ്പിച്ചുകൊണ്ട് ജയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ വരുന്ന കാലഘട്ടം കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലഘട്ടമാണ്. അത് കാണുന്നതിന് മുമ്പ് നമുക്കൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ശ്രീ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ഈ ആസുരിക വംശമൊക്കെ ജയിലിലായി പോയി. അവരെ നാട്ടിലുണ്ടെങ്കിൽ അവരിന്ന് കാണേണ്ടതായിരുന്നു. അവര് വാർത്ത അറിയുന്നതൊന്നും അറിയില്ല. പക്ഷെ ഈ കേരളത്തിൽ നമുക്ക് വേണ്ടി ബലിദാനികളായ നൂറുകണക്കിന് സഹപ്രവർത്തകന്മാരുടെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മകളുണ്ട് നമ്മുടെ മനസ്സിൽ. ആ ഓർമ്മകൾ മാത്രം മതിയാകും ഈ പോരാട്ടത്തിൽ ആത്യന്തികമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുക. നമുക്ക് ഉറപ്പുണ്ട് നാം ഒറ്റക്ക് തന്നെയാണ്. അപ്പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്ന് ഉറപ്പു വരുമ്പോ എല്ലാം മറന്നൊന്നിക്കുന്ന, അത് CPM-കാര്, കോൺഗ്രസുകാര്, SDP-കാര്, ജമാഅത്ത് ഇസ്ലാമിക്കാര്, ലീഗുകാര് എന്ന് വേണ്ട സകല ചണ്ടി പണ്ടാരങ്ങളും അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വലിയ കോട്ടകൊത്തളങ്ങൾ തീർത്താലും, ഞങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വലിയ പ്രതിരോധം തീർത്താലും, ആ പ്രതിരോധത്തെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്കുള്ള ഇന്ധനം ഈ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ജീവൻ നൽകിയ നൂറുകണക്കിന് ആളുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മയാണ്. ആ ഓർമ്മ മനസ്സിലുള്ളത്തോളം കാലം ഒരു വലിയ കോട്ടകൾക്കും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് 1000 വട്ടം ഈ കേരളത്തോട് നാം വിളിച്ചു പറയുകയാണ്. അത് നാം പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലം കേരളവും നരേന്ദ്രമോദിയുടെ പിന്നാലെയാണ്. മോദി നയിക്കുന്ന വികസിത ഭാരതത്തോടൊപ്പമാണ്. വികസിത ഭാരതം ഒരു സന്ദേശമായി മാറുകയാണ്. ഈ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് നാം വികസിത ഭാരതം എന്ന് പറയിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. അവരോട് ഒരു കാര്യം മാത്രമേ നാം പറയുന്നുള്ളൂ. ഇനിയുള്ള വർഷങ്ങൾ മുഴുവനും 2047 ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം തികയുന്നത് വരെ ഈ നാട്ടിലെ കോടാനുകോടി ആളുകൾ, പാവപ്പെട്ടവർ, കർഷകർ, തൊഴിലാളികൾ, അന്നത്തെ അധ്വാനിച്ച് ജീവിക്കുന്നവർ, അക്ഷരാഭ്യാസമില്ലാത്തവർ, അങ്ങനെ ഈ രാജ്യത്തിലെ കോടാനുകോടി ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ മനസ്സിൽ ഉരുവിടുന്ന മന്ത്രം ഒരേ ഒരു മന്ത്രമാണ്. ആ മന്ത്രം വികസിത ഭാരതത്തിന്റെ മന്ത്രമാണ്. ആ മന്ത്രം ഈ നാട്ടിലെ കോടിക്കണക്കിന് ആളുകളെ കൊണ്ട് ഉരുപിടിപ്പിക്കാനാണ് പേര് മാറ്റിയത്. നിങ്ങൾക്ക് ചൊറിയെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ രാജ്യത്തിലെ ജനങ്ങളാകെ വികസിത ഭാരതത്തെ കുറിച്ച് ഒരു സ്വപ്നം കാണുകയാണ്. 2047 ഭാരതം, ലോകത്തിന് മുമ്പിൽ എല്ലാ രംഗത്തും ഒന്നാമത് നിൽക്കുന്ന ഭാരതം. അതിന്റെ സൂചനകളാണ് പ്രിയപ്പെട്ടവരെ നാം കണ്ടത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തെവിടെയെങ്കിലും ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രത്തലവന്റെ വാഹനം ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് തപ്പി നോക്കി. ഏതെങ്കിലും ഒരു രാജ്യം, അമേരിക്കൻ പ്രസിഡന്റ് ആണല്ലോ ലോകത്തിലെ വലിയ ആള്, ആ അമേരിക്കൻ പ്രസിഡന്റ് വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കാൻ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണത്തലവൻ തയ്യാറായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കൂ. എന്റെ പരിമിതമായ അറിവനുസരിച്ച് എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ മറ്റൊരു രാജ്യത്തലവനെ
സ്വന്തം വാഹനത്തിലിരുത്തി ആ രാഷ്ട്രത്തിന്റെ തലവൻ ഡ്രൈവറായി നിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ഡ്രൈവറാകാൻ ലോകത്തിലെ 2 പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ രാഷ്ട്രത്തലവന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊരു സൂചനയാണ് ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്. ഇത് വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയാണ്. നമ്മളെ തോൽപ്പിക്കാൻ, ഈ രാജ്യത്തെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് നാം ഓരോ ദിവസവും ലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നാം 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്. അത് 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സ്വിറ്റ്സർലൻഡിന്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാകും, എനിക്ക് സംസാരിക്കാനുള്ളത് അമേരിക്കൻ പ്രസിഡന്റിനോടോ റഷ്യയുടെ വ്ളാഡിമിർ പുടിനോടോ അല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് പുതിയ ലോകക്രമത്തിൽ ലോകത്ത് നയിക്കുന്ന ഇന്ത്യ രാജ്യത്തോടും അതിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമാണ് എനിക്ക് സംസാരിക്കുന്നത് നാം കേട്ടിട്ടുള്ളതാണ്. അതാണ് മാറുന്ന ലോകം. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കൂടി വന്നു. ലോകത്തിലെ 3ാമത്തെ വ്യോമസേന ശക്തിയായി ചൈനയെ പിറകിലേക്ക് മാറ്റി നാം മാറുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വെറുതെയല്ല നരേന്ദ്രമോദി ചൈനയിൽ പോയപ്പോ അവർ ചുവന്ന കാർപ്പറ്റ് വിരിച്ച് സ്വീകരിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. CPM-കാർക്ക് സഹിക്കില്ല. CPM ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ചൈനയാണോ, ഈ ചൈന ഞങ്ങളുടെ ചൈനയല്ല എന്നൊക്കെ പറയുന്ന CPM-കാരുണ്ടാകും. പക്ഷേ ചൈന പോലും മാറുന്നു, ഭാരതത്തെ അംഗീകരിക്കാൻ നിർബന്ധം. അതാണ് ലോകക്രമം. അതുകൊണ്ട് ഈ ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരോടും CPM-കാരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും പിറകെ പോയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഈ പൊട്ടക്കടലിലെ തവള പോലത്തെ ഇതാണ് ലോകം, കേരളമാണ് ലോകം, ആലപ്പുഴയാണ് ലോകം എന്നൊക്കെ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ ആളുകള് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കണം. CPM-കാർ മിനിമം G സുധാകരൻ പറയുന്നെങ്കിലും CPM-കാർ കേൾക്കണം. അത് കേട്ടാൽ CPM രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതിനപ്പുറത്ത് ലോകമുണ്ട്. ആ ലോകം ഭാരതം ലോകത്ത് നയിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2047 വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ഒരു വികസിത കേരളം നമുക്ക് ഉണ്ടാവണം. ആ വികസിത കേരളത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് അനന്തപത്മനാഭന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയത്തിന്റെ അശ്വമേധം പൂർത്തിയാക്കിയത്. അനന്തപത്മനാഭന്റെ മണ്ണിൽ ആരംഭിച്ച വിജയത്തിന്റെ അശ്വമേധം ഈ പരശുരാമ ഭൂമിയാകെ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് നമ്മളെല്ലാവരും. ഈ പോരാട്ടം നമുക്ക് ജയിക്കാൻ സാധിക്കും, ജയിക്കാൻ കഴിയും. 2047 ഭാരതം ലോകത്തിലെ 1ാമത്തെ ശക്തിയായി മാറും. അത് കാണാൻ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഉള്ള കുറച്ചാളെങ്കിലും ഉണ്ടാകും. നമുക്കൊരു പക്ഷേ കാണാൻ കഴിയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്, നമുക്ക് കാണാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും, നമ്മുടെ കണ്ണുകൾ അടഞ്ഞാലും ഇല്ലെങ്കിലും 2047 ലോകത്തിലെ 1ാമത്തെ ശക്തിയായി ഭാരതം മാറും. അങ്ങനെ മാറുമ്പോഴും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഒരു BJP-കാരനായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. അതാണ് മാറുന്ന ഭാരതം, മാറുന്ന ലോകം. ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചുകൊണ്ട് നൂറുകണക്കിന് ബലിദാനികളുടെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മയിൽ ആത്മാഭിമാനത്തോടുകൂടി ഈ കുങ്കുമഹരിത പതാക വാനോളം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതബോധവാദിക്ക് മുമ്പിൽ നാം മുട്ടുമടക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട്, ഒരു ഭീകരവാദിക്ക് മുമ്പിൽ നട്ടല് വളക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ആശയത്തെ ആകാശത്തോളം ഉയർത്താൻ, ഈ പ്രസ്ഥാനത്തെ ഈ മണ്ണിൽ വേരുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ രഞ്ജിത് ശ്രീനിവാസൻജിയുടെ ഉജ്ജ്വലമായ ഓർമ്മകളിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി